എടി എന്താന്നിവിടെ? മിണ്ടല്ലേ. ഞാനേ ചെറിയൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്ലാനോ? പ്ലാൻ തന്നെ. അവർ രണ്ടുപേരെ ഒരുമിപ്പിക്കാൻ ഞാനൊന്ന് തീരുമാനിച്ചു. ബെസ്റ്റ്. നീ നല്ലോണം തീരുമാനിച്ചിട്ട് തന്നെയാണോ? നമുക്ക് വേറെ വല്ല പ്ലാനൊക്കെ നോക്കിയ പോരെ? നോനോ, ഇത് തന്നെ മതി. ഞാൻ നല്ലോണം ആലോചിച്ച് തന്നെ തീരുമാനമെടുത്തു. ഇത് വല്ലതും നടക്കുവോ? നടക്കും. അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. കണ്ടാ മതി. എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. നിക്കാലോ. ദൈവം എന്തിനുള്ള പുറപ്പാടാന്നാവൂ. എടി എന്നെ കാര്യം പറ. എനിക്ക് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാ പറയണ്ട. എന്താ നീ എന്താന്നാ ഇപ്പൊ പറഞ്ഞത്? പറയണ്ടെങ്കി പറയണ്ടെന്ന്. എന്താ അങ്ങനെയാണോടാ പറയേണ്ടത്? പിന്നെ എന്താ ഞാൻ പറയണ്ടേ? അന്നേരം അത് എന്തുവാന്ന് ചോദിക്കുകയല്ലേ വേണ്ടത്, അല്ലാണ്ട് അത് പറയണ്ടെന്നാണോ പറയേണ്ടത്? ശരി, എന്തുവാ പറ. എനിക്ക് ഇപ്പൊ പറയാൻ സൗകര്യമില്ല. എന്താണ്? എനിക്ക് എന്താന്ന് നിനക്ക് അറിയണമല്ലോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ അമ്മ കൊല്ലണേ ഏട്ടത്തി. എന്തുവാ അത്? അവരുടെ മുറിന്നല്ലേ സൗണ്ട് കേട്ടപ്പോ നോക്കാം. നീ ഒന്നിപ്പിക്കാൻ നടന്നവരെ ഇടക്കിടന്ന് ചവിട്ടാടകം കളിക്കണം. ഇങ്ങോട്ട് വായോ. എൻ്റെ പിള്ളേരൊന്നും നിർത്തുന്നുണ്ടോ? ഇന്നലെ തൊട്ട് തുടങ്ങിയത് രണ്ടും കൂടി. എൻ്റെ ദൈവമേ, ഇന്നുകളൊന്നും മിണ്ടുമെന്ന് വെച്ചാൽ അതും നടക്കൂല. കൊച്ചു നാളെ തൊട്ട് ഇവിടെ ഇരിക്കേണ്ട കേട്ടോ. നാളെ തൊട്ട് ക്ലാസ്സിട്ട് പോരെ. ഒരാഴ്ചത്തെ ലീവൊക്കെ അങ്ങ് വെട്ടി ചുരുക്കിയേക്ക്. ഇനിയിപ്പോൾ ഒരു ആഴ്ച ലീവ് പറഞ്ഞിട്ട് ചെന്നെന്നും പറഞ്ഞ് അവർ തല്ലിക്കൊല്ലത്തൊന്നുമില്ല. നാളെ തൊട്ട് ഇങ്ങോട്ട് പോരെ. അമ്മയ്ക്ക് എങ്ങനെ സമാധാനം കിട്ടുമല്ലോ. ചേച്ചി നീ ജോലിക്ക് പോകണമെങ്കിൽ പോയാൽ മതി. പക്ഷെ കൊച്ചു എന്തൊക്കെയായാലും നാളെ ക്ലാസ്സിൽ വന്നിരിക്കും, കേട്ടല്ലോ. ഞാൻ പോവാ. നിങ്ങളോടൊക്കെ എത്ര പറഞ്ഞിട്ടും എന്താ കാര്യം? സമാനായാലോ പാവത്തിന് ചുമ്മാ ദേഷ്യം പിടിപ്പിച്ചപ്പോ? ഞാനെന്തോന്നായിരുന്നു? നീയല്ലേ. ഞാനെന്താടി ചെയ്ത? ചുമ്മാ കള്ളം പറയരുത് കേട്ടോ. ദൈവം, നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? തലയ്ക്ക് പ്രാന്ത് പിടിക്കണ്ട. നിങ്ങളവിടെ ആരെ നോക്കിക്കൊണ്ടിരിക്കും? ഇങ്ങോട്ട് വന്നില്ലേ? അതെ വരുവാ. എന്തേ അവിടെ തന്നെ നിന്ന്? ഇങ്ങോട്ട് വാ. എടി നീ എന്തിനാ ചുമ്മാ അത്രയും വഴക്കുണ്ടാക്കിയത്? നിങ്ങളെന്തോ വിചാരിച്ചു ഞാൻ അവർ ശരിക്കും ചീത്ത പറഞ്ഞാന്നോ? ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തൊക്കെയായാലും വഴക്കുണ്ടാക്കാൻ പറ്റില്ല. അപ്പം അവർ കുറച്ചൊക്കെ മിണ്ടും. എടിപ്പൊട്ടി, നീ ഒരു മണ്ടത്തര ചെയ്തേക്കണത്. കൂടെ മിണ്ടണത് വഴക്കുണ്ടാക്കാൻ മാത്രമായിരുന്നു. ഇനി അവർ മിണ്ടുവും കൂടി ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അയ്യോ, പാളിപ്പോയോ? അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ ആയാലും അവർ വഴക്കുണ്ടാക്കാണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ഇപ്പം ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചേക്കണോണ്ട് ഇവർക്ക് വലിയ ഇടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും മിണ്ടുമായിരിക്കും. അയ്യോ, എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കണ്ട. ഒന്ന് ഇറങ്ങി പോവാവോ? എടി നിനക്ക് എന്തോ പറ്റിയേ? ഇത് ചുമ്മാ മന്ദബുദ്ധികൾ പോലെ കാണിക്കരുത്. ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലേ? എൻ്റെ ദൈവം, എൻ്റെ പെണ്ണിൻ്റെ മേത്ത് ബാധ കയറിയോ? ഈ പൊട്ടൻ എന്നെ കൊണ്ട് കളിയൊന്നും ബാധ കയറിയത് നിങ്ങളുടെ മറ്റവക്ക്. നിർത്തിക്കോളണം. ഒന്ന് ഇറങ്ങി പോവാവോ? കൊച്ചേ. ഇതാർന്നല്ലേ? എന്തുവാ? കൊച്ചി, എനിക്ക് കൊച്ചിനോടൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വരുമോ? അല്ല, ഇവിടെ നിന്ന് പറഞ്ഞു, ഞാൻ പൊക്കോളാം. കൊച്ച സോറി. എനിക്കെന്തോ അവനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാ. കൊച്ചി എന്തിനിപ്പം എന്നോട് സോറി പറഞ്ഞത്? അത് അവനോടല്ലേ പറയണ്ടേ? കൊച്ചി ഇത്രയും വലുതായില്ല, എന്നിട്ട് പണ്ടത്തെ കാര്യമൊക്കെ ഒന്ന് മൈൻഡിൽ നിന്ന് കളഞ്ഞൂടെ? കൊച്ചി എന്തുവാന്നറിയില്ല, എനിക്ക് അവനെ കാണുമ്പോൾ പഴയ കാര്യം മാത്രം ഓർമ്മ വന്നോളൂ. ഇപ്പം ഞാൻ മര്യാദക്ക് ഒതുങ്ങി പോയിക്കൊണ്ടിരുന്നു. അപ്പം അന്നേരം ഞാൻ മുറിയിലൊക്കെ കയറി വന്ന് അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ തല ഇങ്ങനെ ഇരുന്ന് പെരുക്കുക. അതാണ് ഞാൻ അവനോട് ഇങ്ങനെ ചൂടാവണത്. കൊച്ചവൻ മനഃപൂർവ്വം വന്ന് കയറിയതായിരിക്കില്ല. കൊച്ചൊരു കാര്യം ഓർക്കണം, അവനൊരു ലൈഫുണ്ട്, കൊച്ചിനൊരു ലൈഫുണ്ട്. ഇപ്പം കൊച്ചി ജീവിക്കേണ്ടത് അവൻ്റെ കൂടെ. അല്ലെങ്കിൽ കൊച്ചിന് ഇഷ്ടമല്ലെങ്കിൽ ഇട്ടിട്ട് പൊക്കോ. ഞാൻ പറയാനുള്ള പറഞ്ഞു. കൊച്ചു എന്നാന്ന് വെച്ചാൽ ചെയ്യും. ഹായ്.
തന്നെ മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നല്ലോ, അവിടെ പോയേക്കോ പറഞ്ഞു. പിന്നെ എനിക്ക് തലവേദനയായിരുന്നു. അയ്യോ, എന്നിട്ട് ഇപ്പോൾ ഓക്കെ ആയോടോ? താൻ ഹോസ്പിറ്റലിൽ പോയോ? വെയിൽ കൊണ്ടോണ്ട് നിൽക്കണ്ട, ഇങ്ങോട്ട് വാ. എനിക്ക് വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. താൻ എന്നാലും അങ്ങോട്ട് മാറി നിൽക്ക്, വെയിലടിച്ചാൽ ചിലപ്പോൾ തല ഇറങ്ങും. കൊച്ചെന്നാ പോക്കോ, ഞാൻ പോവാ. ഈ ടൈം അറിഞ്ഞപ്പോ പാറിനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ബോറടിച്ചിട്ട് പാടില്ല. എടാ, ഞാനിവിടെ ഇരുന്നോട്ടെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല, ഇരുന്നോ. താൻ ഈ കോളേജിൽ ആരോടും മിണ്ടൂലേ? ഞാൻ ആ കൂടെ കണ്ടിട്ടുള്ളതാ പാർവതിയോട് മിണ്ടണതാ. അങ്ങനെ ആരോടും മിണ്ടൂല എന്ന് പറയാൻ പറ്റൂല. എന്നോട് ആരെങ്കിലും വന്ന് മിണ്ടുവാണെങ്കിൽ ഞാൻ അവരോട് മിണ്ടും. ഞാൻ തന്നോട് വന്ന് മിണ്ടാറില്ല, എന്നിട്ട് താനും തന്നെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാണ്ട് പോണം. ഞാൻ അങ്ങനെ വിളിച്ച് മിണ്ടുവൊന്നുമില്ല. എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടണം ഞാൻ മിണ്ടണമെങ്കിൽ. താൻ വരാണ്ടിരുന്നന്ന് തന്നെ കുറേ വട്ടം വിളിച്ചായിരുന്നു. താൻ ഫോൺ എടുത്തില്ലല്ലോ. ആണോ? എപ്പോഴാ വിളിച്ചത്? ആ ടൈം ഞാൻ ഓർക്കണില്ല, കോളേജിൽ ഇറങ്ങിയപ്പോൾ വിളിച്ചത്. ഞാനിന്നേരം പണി ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഇതേപോലെ തന്നെ അച്ഛനും അമ്മയും പിന്നെ ഞാനും. ഞാനൊരു കാര്യം ചോദിക്കാം, താൻ പ്രത്യേകിച്ചൊന്നും വിചാരിക്കണ്ട. തനിക്ക് ഈ കോളേജിൽ വന്നിട്ട് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ആരോടും അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല. ഹലോ, പറഞ്ഞു. തിരക്കാണോ? എന്നോട് കാര്യം പറയേ. തിരക്കാണോന്ന് പറ ആദ്യം. അല്ല, തിരക്കല്ല, കാര്യം പറ. തിരക്കല്ലെങ്കിൽ കോളേജ് വരെ ഒന്ന് വരുമോ? എന്നോട് പറ്റിയ സൗണ്ടൊക്കെ വല്ലാണ്ടിരിപ്പുണ്ടല്ലോ. എനിക്ക് വയറ് നല്ലോണം വേദനെടുക്കണ്ട, അതാ. ഞാൻ വേഗം വരാം, 5 മിനിറ്റ്. വേഗം ഓടിപ്പിടിച്ചൊന്നും വരണ്ട, പയ്യെ വന്നാൽ മതി, കേട്ടല്ലോ? ധൃതി പിടിക്കണ്ട കേട്ടോ. ശരി വെച്ച് ഞാൻ വന്നേ. ഇതെന്ത് കോപ്പാന്ന്, വേണ്ടെടുത്തിട്ട് പാടില്ലല്ലോ. കൊച്ചേ, എന്നെ പറ്റിയ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണ്ടല്ലോ. അത് കുഴപ്പമൊന്നുമില്ല എനിക്ക്. താനും തന്നെ വിളിക്കാണ്ട് ഇവിടെ വന്ന് നിൽക്കണേ. അത് പിന്നെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടില്ല, അപ്പോൾ പാറുവിനെ വിളിക്കാൻ വന്നതാ. ഹായ് പാർവതി. ഹായ്. കൊച്ചെ, എന്നാ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. ഓക്കെ. എന്നാലും കൊച്ചിൻ്റെ മുഖം ഒന്ന് വല്ലാണ്ടിരിക്കണ പോലെ. എനിക്കൊന്നും പറ്റിയില്ല, എനിക്ക് ചെറിയൊരു വയറുവേദന, അതാണ്. എടി പാർവതി, നിന്നെ അങ്ങോട്ട് വിളിക്കണ്ട, ടീച്ചർ ചെല്ലാൻ പറഞ്ഞു. കൊച്ചി ഇവിടെ നിന്നോട്ടെ, ഞാൻ അവിടെ പോയിട്ട് വരാം. ഞാനിവിടെ നിൽക്കാം, അവളെ ഇപ്പോൾ പോയിട്ട് ഇങ്ങോട്ട് വരും. താമ്പോ ഞാൻ ഒറ്റയ്ക്ക് കണ്ടേ. ഓക്കെ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നു, ഞാൻ ഇപ്പോഴല്ലേ വിളിച്ച് പോകാൻ വെച്ചേ. ഞാൻ നിനക്കിനി പെയിൻ കൂടിയാലോ എന്ന് ഓർത്തു. നമുക്ക് പോവാം. പോവാം. അയ്യോ, ഞാൻ കുഞ്ഞാറ്റോട് പറഞ്ഞില്ല, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. സാരില്ല, അവള് ഫോൺ വിളിച്ചായാലും പറയാലോ. ഇങ്ങോട്ട് പോവാം. വലിക്കല്ലേ, പോവാം. അല്ല, നിക്ക് ഇവിടെ പോണത്? ഹോസ്പിറ്റലില്. എന്ത് പോണ്ടേ? എന്തിനാ ഹോസ്പിറ്റലിൽ പോണേ? നമുക്ക് വീട്ടിട്ട് പോയാ പോരെ? പീരിയഡ്സിന്റെ ആണോ വയറുവേദന? അല്ല, ഇത് വേറെ എന്തോ, എനിക്ക് രാവിലെ തൊട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോവാന്ന്. ഈ വയറുവേദന വെച്ചോണ്ട് നീ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അല്ല, ഹോസ്പിറ്റലിൽ പോണോ? നാളെ പോയ പോരെ? എന്തടി നിനക്ക് ഹോസ്പിറ്റലിനോട് ഇത്ര ശത്രുത? ആരാ പറഞ്ഞ എനിക്ക് ശത്രുതയാന്ന്? എന്നാ പിന്നെ അവിടെ മിണ്ടാണ്ടിരി, ഇറങ്ങിക്കോ. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, വീട്ടിട്ട് പോയാൽ മതി. ഇപ്പം ഡോക്ടറും ഇല്ല, ചുമ്മാ ഇവിടെ വരെ വന്നല്ലേ. ഡോക്ടർ ഇല്ലാത്തതിനിപ്പം ഞാൻ എന്തുവാ ചെയ്യാനാ? ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലേ വീട്ടിട്ട് പോവാന്ന്. അന്ന് പറഞ്ഞ എന്തായാലും കേൾക്കും വേണ്ടില്ല. നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഇന്ന് ഡോക്ടർ വരില്ല എന്ന്? ഇല്ല. കണ്ട, നിനക്ക് എന്തോന്ന് ഹോസ്പിറ്റലിൽ വരാൻ തോന്നില്ല, അതുകൊണ്ട് നീ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനി ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നെ എങ്ങനെയാന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോയിട്ട് പോവാന്ന്. എനിക്കിപ്പോൾ വീട്ടിൽ പോവാറുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി നേരം കിടക്കുമെങ്കിലും ചെയ്യാമായിരുന്നു.
എൻ്റെ പൊന്നൊന്ന് സമാനപ്പെട്ട് ഞാൻ നിന്നെ കൊണ്ടാക്കാൻ പോരെ, കയറ്. ചെല്ല്, നല്ലോണം റെസ്റ്റ് എടുക്കട്ടോ, ഞാൻ വൈകിട്ട് വരാം. എന്തൊക്കെയായാലും ഉച്ചയായില്ല, ഫുഡ് കഴിച്ചിട്ട് പോകാൻ പാടില്ലേ? ഇല്ലടി, ഓഫീസിൽ നിന്ന് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ, വേഗം ചെല്ലട്ടെ. നീ ചെറിയകത്തോട്ട് കയറി പോക്കോ, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഓ ഞാൻ കഴിച്ചോളാം, ചെല്ല്. ഇന്നെന്താ നേരത്തെ ആലോചിച്ച ഒരാളായിരുന്നു ക്ലാസ്? അതല്ല അമ്മ, എനിക്ക് ഭയങ്കര വയറുവേദന, അതുകൊണ്ട് വന്നത്. അയ്യോ, എന്നിട്ട് ഹോസ്പിറ്റലൊന്നും പോയില്ല? നിങ്ങൾ ഇങ്ങോട്ടാണോ വന്നത്? ഇല്ല അമ്മ, ഹോസ്പിറ്റലിൽ പോയിട്ടാ വന്നത്, പക്ഷെ അവിടെ ഡോക്ടർ ഉണ്ടായില്ല. ആ കുഴപ്പമില്ല, പോട്ടെ. അവൻ വന്നു കഴിയുമ്പോഴത്തേക്കും വൈകിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ മോള് പോയി കടന്നു റെസ്റ്റ് എടുത്തോ. അയ്യോ, സമയത്രയായി. ദൈവമേ, 4:30. ഞാൻ വിളിക്കട്ടെ. ഹലോ കൊച്ചിത് എവിടെ? ഞാൻ ഗേറ്റിന്റെ ഫ്രണ്ടിലുണ്ട്, നിങ്ങൾ വാ. കൊച്ചെ, ഞാൻ വീട്ടിലോ? ഇതിന്റെ ഇടയ്ക്ക് അവിടെ പോയോ? അവിടെ പോയി നിൽക്കാണ്. കൊച്ചിപ്പം ചോദിച്ചതിനുള്ള ഉത്തരമെല്ലാം ഞാൻ വീട്ടിൽ വന്നിട്ട് തരാം. ഇപ്പൊ കൊച്ചെങ്ങനെയെങ്കിലും വീടെത്താൻ നോക്ക്. ചെല്ലു, ഞാനിപ്പോ വീട്ടില. ആ ശരി. എന്നാലും ഇത് വല്ലാത്ത ചതിയായിപ്പോയി. ഡോ, എന്താ? ഞാനോടി വരാം. പാർവതി എന്തേ? ഓ, അതിനെന്നാ വന്നോ? പാർവതി വീട്ടിൽ പോയി. അതിനെ തന്നെ കൂട്ടാണ്ട് പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചല്ലേ പോവാറ്? അറിഞ്ഞോളെ, വീട്ടിൽ ചെല്ലുമ്പോ പറയാനാ പറഞ്ഞ. ചെല്ല്. ഡി